നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചേലക്കര ഇന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിയതിൻ്റെ അമർഷം ഇവിടുത്തെ ചേലക്കരക്കാർക്കുണ്ട്. അതിനാൽ BJPക്ക് വിജയിക്കാനുള്ള സാധ്യത സാഹചര്യം എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ചേർന്ന് BJPയോടൊപ്പം ചേർന്ന് BJP വിജയിപ്പിക്കും. കഴിഞ്ഞ തവണ 28,000 ആയിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 33,000 മുകളിലുണ്ട്. ഇത്ര ഇനിയും അത് ഉയരണമെങ്കിൽ അത്രമാത്രം വോട്ട് വരണം. അത് ഏതൊക്കെ മേഖലകളിൽ നിന്നെത്തും? ചേലക്കരയുടെ എല്ലാ മേഖലയിൽ നിന്നും BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഇത്തവണ പൂർണ്ണ സപ്പോർട്ട് BJPക്കാണ്. അപ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ ചേലക്കരയിൽ ഉടനീളം സഞ്ചരിച്ചപ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇത്തവണ അത് അനുകൂലമായിരുന്നു. ഈ തൃശ്ശൂരിലെ അട്ടിമറി ചേലക്കരയിലും പ്രതീക്ഷിക്കാമോ? ഇത് അടുത്ത തൃശ്ശൂരാണ് ചേലക്കര. അടുത്ത തൃശ്ശൂരാണ് ചേലക്കര എന്നുള്ളതാണ് ആവർത്തിച്ച് പറഞ്ഞത്. നമ്മൾ നേരത്തെ ആ ഫാക്ടർ നമ്മൾ സംസാരിച്ചതാണ്. തൃശ്ശൂരിലെ ആത്മവിശ്വാസം ചേലക്കരയിലേക്ക് പ്രസരിക്കും എന്നുള്ളതാണ് BJPയുടെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. നോക്കൂ, 2011 7,000 വോട്ടാണ്. കെ ബാലകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് 30,000 അടിസ്ഥാന വോട്ടുകൾ ഞങ്ങൾക്ക് ചേലക്കരയിലുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ 26,000 അധികമായി ഇത്തവണ ചേർത്ത വോട്ടുകൾ, ഇതൊക്കെയാണ് BJPയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതായത് 3 ഇരട്ടിയായി. കേരളത്തിൽ BJPക്ക് ഒരു വളർച്ച ഫീൽ ചെയ്ത് 2010 ശേഷമുള്ള സമയത്ത് 3 ഇരട്ടിയായി പെട്ടെന്ന് വോട്ട് വർദ്ധിച്ചു. നേരത്തെ മാധു പറഞ്ഞ പോലെ 2011 7,000 വോട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് 24,000 എത്തുകയാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കാര്യമായ വളർച്ചയില്ല. അന്ന് ലഭിച്ച 2016 ലഭിച്ച വോട്ട് തന്നെയാണ് 21 ലഭിച്ചത്. പക്ഷേ ഏതാണ്ട് 10% വോട്ട് വർദ്ധിച്ചത് കുറയാതെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ചേലക്കരയിൽ എന്നത് വളരെ കൗതുകകരമായ ഒന്നാണ്. ആർക്കൊക്കെ വോട്ട് കൂടുതലായി ലഭിക്കും, ആരുടെ പോക്കറ്റിൽ നിന്ന് വോട്ട് പോകുമെന്നതൊക്കെ വളരെ വളരെ പ്രധാനമായി മാറുകയാണ്. ആ വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പിനുള്ള പ്രതികരണം കാണുമ്പോൾ തന്നെ അവിടെ എന്തോ ചിലത് നടക്കുന്നുണ്ട് എന്ന തോന്നൽ തന്നെയാണ്. അത്ര തിരക്കുണ്ട്. 2016 BJP ഉയർത്തിയ 10.46% വോട്ട് എന്ന് പറയുന്നത് UR പ്രദീപിന് കുറഞ്ഞ വോട്ടുകളാണ്. അവിടെ നിന്ന് കെ രാധാകൃഷ്ണൻ വരുമ്പോൾ 9% വോട്ടുകൾ CPM വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ CC ശ്രീകുമാറിന്, കോൺഗ്രസിനാണ് ആ വോട്ട് വ്യത്യാസം ബാധിക്കുന്നത്. നിലവിൽ അത് കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെങ്കിലും ആദ്യഘട്ടത്തിൽ അത് BJP സമാഹരിച്ചു തുടങ്ങിയത് CPM-ൽ നിന്നാണ്. അതായത് വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന കാര്യത്തിൽ സംശയമില്ല.